ഒരു ഗുരുവേ ഉള്ളൂ. നിങ്ങളെല്ലാം സഹോദരങ്ങളാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനാക്കണം. തന്നെ ഉയർത്തുന്നവൻ തന്നെ താഴ്ത്തപ്പെടും. എൻ്റെ സ്നേഹബഹുമാനമുള്ള പിതാക്കന്മാരെ, ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ ബഹുമാനമുള്ള എല്ലാ പിതാക്കന്മാരും, എൻ്റെ നാട്ടിലെ എല്ലാ മക്കളെ, നിങ്ങളെല്ലാം സുഖമായിരിക്കണേ, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ മക്കളുടെ ഹൃദയത്തിലും വരുവാനും, ദൈവത്തിൻ്റെ ആ നല്ല നൊയമ്പെടുത്ത് എല്ലാ മക്കൾക്കും നൊയമ്പെടുക്കാം. എല്ലാവർക്കും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുവരാം. നൊയമ്പെടുക്കുമ്പോഴേ നമുക്കതിൻ്റെ ആഴമായുള്ള ആ വേദന, യേശു എങ്ങനെയെല്ലാം പീഡകൾ അനുഭവിച്ചു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ. നമ്മളെ ഹൃദയത്തിൽ അതെല്ലാം കൊണ്ടുവരാം മക്കളെ, ആഴമായിട്ട്. നമുക്കെല്ലാം ഒരു നേരം ആഹാരം മാറ്റി വെച്ച് ആ കരുണയുടെ സഹായം എല്ലാ മക്കൾക്കും ചെയ്യാം. അത് അങ്ങനെ 41 ദിവസം നമ്മൾ വ്രതം എടുത്ത് വരുമ്പോഴാണ് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും കിട്ടണം. നമുക്കങ്ങനെ എടുക്കാം. എല്ലാ മക്കൾക്കും, ഈ കത്തോലിക്ക സഭയായ എല്ലാവർക്കും വ്രതം എടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ യുദ്ധത്തിൻ്റെ ആ ഒരു ഇതെല്ലാം നടക്കണമുണ്ട്. ആ മക്കൾക്കെല്ലാം സമാധാനവും സന്തോഷവും എല്ലാം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കാൻ. മരിച്ചവർക്ക് നമുക്കിനി തിരിച്ചു വരുമോ മക്കളെ? ഇല്ല, ഒരിക്കലും വരില്ല. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടും. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. ആഹാരമെല്ലാം കഴിച്ച് നമുക്ക് ആരുമേ ഇല്ല, ദൈവമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തിനെ കൊണ്ടുവന്ന് നമുക്ക് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ വിത്ത് ഹൃദയത്തിൽ കൊണ്ടുവരാം. ദൈവം നമ്മളെ ഹൃദയത്തിൽ നമുക്ക് ആരുമില്ല, ദൈവമേ ഉള്ളൂ. നമ്മളെ കണ്ണീര് തുടയ്ക്കാൻ നമുക്ക് ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം പ്രാർത്ഥനയും, ഇപ്പം ഈ സഹനത്തിൻ്റെ ദിവസം, കുരിശുപീഡനങ്ങളും ഇതിൻ്റെയൊക്കെ സഹനം, അപ്പോൾ അത് നമുക്ക് ഓരോ വചനവും നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ദൈവം സഹിച്ച സഹനം അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം നമുക്ക് അത്രയ്ക്ക് പീഡനങ്ങൾ സഹിച്ചാണ് ദൈവം മരിച്ചത്. ചെയ്യാത്ത തെറ്റുകൾക്ക് വേണ്ടി ചെയ്തു. നമ്മളെ ഓരോ പ്രവർത്തികളായാലും നമ്മളും അതിന് പാപപാത്രമായിട്ടുണ്ട്. ഓരോ വ്യക്തികളെ നമ്മൾ നോവിച്ചും ഒക്കെ അതിനൊക്കെ മാപ്പ് ചോദിച്ച് നമുക്ക് ഈ നൊയമ്പ് സമയം നമുക്ക് നല്ല ഒരു വ്യക്തിയായി നമുക്ക് ജീവിക്കാം. സത്യം പറയുന്ന വ്യക്തിയും, കളത്തിന് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും അതെല്ലാം നമുക്ക് നമ്മളെ ഹൃദയത്തിൽ വരട്ടെ മക്കളെ. അമ്മ ഇന്ന് ഓടിപ്പോയി എൻ്റെ യേശുവിനോട് മാപ്പ് ചോദിക്കാൻ. പക്ഷേ യേശു എൻ്റെ അടുത്ത് പെയ്യപ്പോഴേ പോയ കാര്യങ്ങളെല്ലാം അമ്മ മറന്നുപോയി. അതാണ് അങ്ങനെയാണ്. എന്ത് പറയണമെന്ന് പിന്നെ എനിക്ക് ഒന്നുമേ കിട്ടിയില്ല. അമ്മ ക്ഷമിക്കുകയാണ്. അമ്മ മാപ്പ് ചോദിക്കാനാണ് ഓടിപ്പോയത്. പക്ഷേ അമ്മയ്ക്കൊന്നും പറയാനേ പറ്റിയില്ല. ആ ഒരവസ്ഥ അതാണ്. ദൈവം സ്നേഹമാണ് മക്കളെ. നമുക്ക് വചനത്തിൽ കൂടെ സ്നേഹിക്കാം. വചനം അത് നമ്മളെ മക്കൾക്കും കുടുംബത്തിൽ എല്ലാവർക്കും അത് പകർന്നു കൊടുക്കാം. ഈ ഒരു നേരത്തെ ആഹാരം എല്ലാം മാറ്റിവെച്ച് നിങ്ങളെല്ലാം കരുണയുടെ സഹായം ചെയ്യണം. ദൈവം സഹിച്ച ത്യാഗം അതെല്ലാം നമ്മളെ ഹൃദയത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എൻ്റെ ഗൾഫിൽ എല്ലാ മക്കളും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാം വരട്ടെ. നിങ്ങളെ ഭയങ്ങളും യുദ്ധങ്ങളും എല്ലാം അവസാനിച്ച് നല്ല നാളേക്കുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വരും മക്കളെ. നിങ്ങൾ സമാധാനവും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു ദോഷവും നിങ്ങൾക്ക് വരില്ല. പോയവർ ഇനി തിരിച്ചും വരില്ല. നമുക്ക് മരിച്ച മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും കിട്ടുവാൻ വേണ്ടി എല്ലാ മക്കളും സഹോദരന്മാരുമാണ് നമ്മൾ. അപ്പോൾ എല്ലാ വ്യക്തികളും ജീവനും ഒന്നാണ്. അവരുടെ ജീവനെല്ലാം വിലയുണ്ട്. ഓരോ വ്യക്തികൾ ഇനിയുള്ളവർക്കെങ്കിലും ഒരാപത്തില്ലാതെ ഇരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും സന്തോഷത്തോടെ ഇരിക്കണം. ഇവിടെ ഇപ്പോൾ പരീക്ഷ നടക്കുകയാണ്. എല്ലാ മക്കൾക്കും പരീക്ഷയെല്ലാം നല്ല രീതിയിൽ നടക്കുവാനും എഴുതുവാനും അവർക്ക് സ്വന്തം പഠിക്കുവാനും ആരെയും ഒന്നും കണ്ടെഴുതാതെ നമ്മൾ സ്വയം പഠിച്ച് നമ്മളെ തലയിൽ വന്നാലേ നമുക്കത് പഠിക്കുവാനും എഴുതുവാനും എല്ലാ മക്കളും നല്ല 100 മേനിയും 500 മേനി വിളവ് കൊയ്യുവാൻ പഠിച്ച് വിദ്യാഭ്യാസം അത് നിങ്ങൾ നല്ലതായിട്ട് നേടുവാനും എൻ്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ യുവജനങ്ങളും അതിനുവേണ്ടി നല്ലതായിട്ട് പഠിക്കും, എല്ലാത്തിനും നല്ല തയ്യാറെടുപ്പെടുക്കും. നമുക്ക് സത്യസന്ധത അത് നമുക്ക് തെറ്റുകൾ ചെയ്യാതെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഈ നൊയമ്പ് കാലം നല്ലത് ചെയ്യുവാനും നമുക്ക് നന്മ ചെയ്യുവാനും ഒരു കരുണയുടെ സഹായം ചെയ്യുവാൻ എല്ലാം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം മക്കളെ. എല്ലാ മക്കളും എന്തിനാ ഈ കരുണയുടെ സഹായം എല്ലാ മക്കളും ഈ അമ്മയുടെ യൂട്യൂബ് വഴി ചെയ്യണം. എൻ്റെ മക്കളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അമ്മ നിർത്തുകയാണ്.